നമസ്കാരം. പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മുടി നരച്ചു തുടങ്ങിയിട്ട് വിഷമിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ആയുർവേദത്തിലെ ചില ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലോ? അതിലൊന്നാമത്തേത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓയിലുകളാണ്. അതിൽ തന്നെ വളരെയധികം റിസൾട്ട് കിട്ടുന്നതും പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും ഇത് മുടിനര മാറ്റി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. മുടിയുടെ ആരോഗ്യത്തെ തന്നെ വീണ്ടെടുക്കാനും, മുടി പൊട്ടിപ്പോകുന്നത്, നേർത്തു പോകുന്നത്, ഉള്ളു കുറയുന്നത്, വളർച്ച മുരടിക്കുന്നത്, അങ്ങനെ മുടിക്ക് നല്ലൊരു പോഷണം നൽകാനും കൂടെ സഹായിക്കുന്ന ഒരു ഓയിലാണ് പ്രപുണ്ടരീകാദി തൈലം എന്നുള്ളത്. പ്രപുണ്ടരീകം, യഷ്ടിമധു, പിപ്പലി, ചന്ദനം, ഉത്പലം തുടങ്ങിയ ഔഷധദ്രവ്യങ്ങളും നെല്ലിക്കനീരും എള്ളെണ്ണയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഔഷധ തൈലമാണ് പ്രപുണ്ടരീകാദി തൈലം എന്നുള്ളത്. ഇത് തന്നെ ഓയിൽ നമ്മൾ ഒരു 20-30 മിനിറ്റ് നേരം അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുക്കണം. അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് സമയം തന്നെ വെക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി കളയുക. ഈ കഴുകി കളയുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏത് ആയുർവേദ എണ്ണകൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ഇതുപോലെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂസും മറ്റും ഉപയോഗിച്ചാണ് മുടി കഴുകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഇതിന് കിട്ടില്ല എന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ ദിനചര്യയിൽ പറയുന്ന ഒന്നാണ് നസ്യം എന്നുള്ളത്. അപ്പോൾ ഇത് അണുതൈലം ഉപയോഗിച്ചിട്ട് ദിവസം നമുക്ക് നസ്യം ചെയ്യാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ മുടിനരയുള്ളവർക്ക് ഡോക്ടറിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഓക്കെ ആണെങ്കിൽ ഈ പ്രപുണ്ടരീകാദി തൈലം 2 തുള്ളി മൂക്കിൽ ഓരോ മൂക്കിലുമായിട്ട് ഒറ്റിച്ചിട്ട് നസ്യം ചെയ്യാവുന്നതുമാണ്. ഇത് ഡെയിലി നമ്മൾ അണുതൈലം ഉപയോഗിച്ച് നസ്യം ചെയ്യുന്നത് യഥാവിധി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സൈനസൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നീരിറക്കം ഒക്കെ മാറ്റാൻ സഹായിക്കും. കഫത്തെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഇത് ഇത്തരം സൈനസ് പ്രശ്നങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ഊർധ്വഗത രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നെഞ്ചിന് മുകളിലോട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അത് മുടി നരയാവാം, മുടി കൊഴിച്ചിലാവാം, അല്ലെങ്കിൽ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, കഴുത്തിനുള്ള വേദന, ചെസ്റ്റിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കഫം കെട്ടിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അത് പ്രതിവർഷ നസ്യം എന്ന് പറയും. നമുക്ക് വീട്ടിൽ തന്നെ ഡെയിലി ചെയ്യാവുന്ന ഒന്ന്. രണ്ടാമത്തേത് കേശിനി ഓയിലാണ്, കേരള ആയുർവേദയുടെ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുക. ഇനി ഓയിൽ ചൂടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് സ്കാൽപ്പിൽ ഒരു മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരുവിധം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്ര തന്നെ തണുപ്പ് നൽകുന്നില്ല. തണുപ്പ് നൽകുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും സൈനസൈറ്റിസ് പ്രശ്നമൊന്നുമുള്ളവർക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട്. ഇത് ഇതുപോലെ നമുക്ക് മുടി നരയെ മാറ്റാൻ സഹായിക്കുന്നതാണ്. ഞൊടിയിടയിൽ ഒരു മാറ്റമൊന്നും സംഭവിക്കില്ല. കാരണം ഇതിന് ഒരുപാടേറെ കാരണങ്ങൾ ഇവിടെ ഉണ്ട്. കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മാറ്റം വരുന്നത്. പക്ഷേ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള ഓയിലുകളായിരിക്കും നല്ലത്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന മുടിയിഴകളിൽ ഇത് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ വീണ്ടും കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം പാഴായി പോവും. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഹെയറിനെ ട്രീറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഓയിൽ EVPയുടെ ഹീലോൾ എന്നുള്ള ഓയിലാണ്. ഇത് അത്യാവശ്യം നല്ല തണുപ്പ് കൊടുക്കുന്ന ഒന്നായതുകൊണ്ട് ഇനി സൈനസൈറ്റിസ് ബുദ്ധിമുട്ടൊന്നും ഉള്ളവർ പരീക്ഷിക്കാനായിട്ട് നിൽക്കേണ്ട. കാരണം ചിലപ്പം ഇത്തരം പ്രശ്നങ്ങൾ, സൈനസ് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സമയം വെച്ചിരിക്കാണ്ട് കഴുകി കളഞ്ഞാലും മതി. അത്യാവശ്യം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം ഓയിലുകൾ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, നമ്മൾ സാധാരണ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെയർ പാക്കുകളോ കടലപ്പൊടി, ചെറുപയർ പൊടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്നവരുണ്ട്. അതായിരിക്കും ഒന്നുകൂടെ ഉത്തമം. അല്ലെങ്കിൽ വീര്യം കുറഞ്ഞിട്ടുള്ള, കെമിക്കൽസ് ഇല്ല എന്ന് ഉറപ്പുള്ള ഷാമ്പൂസ്, മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാലാമത്തേത് കുന്തളകാന്തി ഓയിലാണ്. കുന്തളകാന്തി ഓയിലും ഒരുവിധം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുടി നന്നായിട്ട് കറുപ്പോടെ വളരാനും മുടിയുടെ ആരോഗ്യം തന്നെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. അടുത്തത് നീലിഭൃംഗാദി വെളിച്ചെണ്ണയാണ്. എല്ലാവർക്കും പരിചയമായിട്ടുള്ളതായിരിക്കും. ഈ ഓയിലായാലും തന്നെ നമ്മുടെ മുടി ഇഴകൾക്ക് കരുത്തേകാനും മുടിക്ക് നല്ല പോഷണം കൊടുക്കാനും മുടി നരയെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ചേരുവകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. മുടി നരയുള്ള ആളുകളാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടെ പറയാം. കറിവേപ്പില, പൂവാങ്കുറുനില, കറ്റാർവാഴ, കയ്യോന്നി, ചെമ്പരത്തി, നെല്ലിക്ക, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എണ്ണ കാച്ചിയെടുക്കാം കേട്ടോ. അതിൽ പുറമെ ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്നുള്ള ഒരു കാര്യം കൂടെ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് എണ്ണ കാച്ചി വീട്ടിൽ തന്നെ തയ്യാറാക്കി തേക്കുകയാണെങ്കിലും ഇത് പതിവായിട്ട് എണ്ണ തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യാതെ സ്കാൽപ്പിൽ മസാജ് കൊടുക്കുന്നതിന് കൂടെ നമ്മുടെ വിരലുകൾ ഇതുപോലെ 4 വിരലുകൾ എടുത്ത് നെറ്റിയുടെ വശം 4, 8,
12. ഈ 12 എന്ന് എണ്ണുമ്പോൾ നമ്മുടെ വിരലെവിടെയാണോ തട്ടുന്നത് ആ ഭാഗത്ത്, നമ്മൾ മൂർധാവ്, നെറുകിൽ എന്നൊക്കെ പറയില്ലേ, ആ ഭാഗത്ത് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. കണ്ണിന് നല്ല കുളിർമ, കാഴ്ചശക്തി കൂടാനും അതല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും നല്ല ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ മുടി വളർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഇത്തരം പ്രശ്നമുള്ളവരും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവർക്കും ദിവസവും രാത്രി ഒരു സ്പൂണ് നരസിംഹ രസായനം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും ഇത് ഫോളോ ചെയ്യേണ്ടതില്ല. അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് അതിന് പകരം 1 ടീസ്പൂൺ ത്രിഫല ചൂർണം ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കുടിച്ചാൽ മാത്രം മതി. ഇത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യം തന്നെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ നരസിംഹ രസായനം കഴിക്കുന്നതിന് കൂടെ തന്നെ അതൊരു നെയ്യ് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് ഒരു ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളമോ ഒരു ഗ്ലാസ് പാലോ അതിന് കൂടെ കുടിക്കുന്നതും നല്ലതായിരിക്കും. ചെറുപ്രായത്തിൽ തന്നെ തലയിൽ നരകയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. പോഷകക്കുറവ് മുതൽ സമ്മർദ്ദം പോലുള്ള കാരണങ്ങൾ കൊണ്ട് മുടിക്ക് കരുത്ത് നഷ്ടപ്പെടാനും നര കയറാനും കാരണമാകുന്നുണ്ട്. മുടിക്ക് കറുത്ത നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റേഷനാണ് ഇത്തരം അകാല നരയിലേക്ക് നയിക്കുന്നത്. അമിതമായ സൂര്യപ്രകാശം ഏൽക്കുന്നതും വായുമലിനീകരണം, പുകവലിയും മാനസിക സമ്മർദ്ദവും ജനിതകവും ഒക്കെ മെലാനിൻ്റെ അളവിനെ സ്വാധീനിക്കാറുണ്ട്. ഇനി ഇത് കൂടാതെ ഒരു കാര്യം പറയട്ടെ, കെമിക്കൽ ഹെയർ ഡൈ അല്ലെങ്കിൽ പോഷകാഹാര കുറവ്, അതായത് വൈറ്റമിൻ B12, ഇരുമ്പ്, കോപ്പർ, സിങ്ക്, ഹൈപ്പോതൈറോയിഡിസം പോലുള്ള ഹോർമോണൽ പ്രശ്നങ്ങളും ഇത്തരം വൈറ്റമിൻസിൻ്റെ കുറവുകളും നിങ്ങൾക്ക് ഇതുപോലുള്ള മുടി നരയ്ക്ക് കാരണമാകാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റമിൻ B12 ഒക്കെ പ്രധാന കാരണമാണ്. ഇത് കുറവാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രോട്ടീൻ സമ്പുഷ്ടവും സമീകൃതവുമായ ഭക്ഷണക്രമം നമുക്ക് പിന്തുടരാം. വിറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത് മത്സ്യം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള ഭക്ഷണങ്ങളും ചീര തുടങ്ങിയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, ഫോളേറ്റിനായിട്ട് ഇലക്കറികളൊക്കെ, കടല പോലുള്ള പയറുവർഗ്ഗങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആൻറ്റി ഓക്സിഡൻ്റ് സമൃദ്ധമായിട്ടുള്ള ബെറികൾ, നട്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കാതെ സംരക്ഷിക്കും. ഇനി മാനസിക സമ്മർദ്ദം അകാലനരയെ ത്വരിതപ്പെടുത്തും. സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പറിന് പുറമെ മുടി വളരുന്നതിനും മുടി കൊഴിച്ചിലിനൊക്കെ ഇടയാക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ്റെ കുറവ്. അത് കാൽസ്യം കുറവും വൈറ്റമിൻ ഡി കുറവും എല്ലാം മുടി കൊഴിച്ചിലിനും നരയ്ക്കൊക്കെ ഇടയാക്കും. ഇത് മുടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണിത്. അതുകൊണ്ട് ആവശ്യത്തിന് പോഷകം, വ്യായാമം, വെള്ളം ഇവയൊക്കെ മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. നര തടയാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. നെല്ലിക്കാപ്പൊടി, ഹെന്ന ഇവ കൂട്ടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം. അല്ലെങ്കിൽ കട്ടൻ ചായ മുടി നര ഒഴിവാക്കാൻ പറ്റിയ ഒരു വഴിയാണ്. കട്ടൻ ചായ തണുപ്പിച്ച് മുടിയിൽ തേച്ചു അല്പനേരം കഴിഞ്ഞും കഴുകിക്കളയാം. അല്ലെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് മുടി കഴുകുകയും ആവാം. ഇനി അതുപോലെ തന്നെ ത്രിഫല വെള്ളം ഉണ്ടെങ്കിൽ ത്രിഫല കഷായം ഒരു 1-2 ടീസ്പൂൺ ഇട്ട് വെള്ളം നന്നായി തിളപ്പിച്ച് ഒന്ന് കുറുകി വറ്റിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് അതിൽ മട്ട് കൂടാതെ അരിച്ചെടുക്കുക. അതിനുശേഷം അത് തണുത്തത് തലമുടിയിൽ ഒഴിക്കാനായിട്ട് ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലും നമുക്ക് നല്ല മാറ്റം കാണാൻ പറ്റും. അടുത്തത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. മുടിയെ നന്നായിട്ട് കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഇത് പുറമേ അപ്ലൈ ചെയ്താലും ഓയിലിൽ ചേർത്താലൊക്കെ മതിയോ? പോരാ, ഇത് ഉള്ളിലേക്ക് എടുക്കുക തന്നെ വേണം. കറിയിൽ നിന്നൊക്കെ നമ്മൾ കറിവേപ്പില ഒഴിവാക്കില്ലേ, അതിന് പകരം കറിവേപ്പില മാത്രമിട്ട് കറിവേപ്പില കട്ടി പോലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് എനർജി ബോൾ മറ്റുള്ള നട്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇത്തരം കറിവേപ്പില ഇട്ട് വറുത്ത് ആഡ് ചെയ്താലും മതി. ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് മുടിനര മാറ്റാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. മൈലാഞ്ചി ഇല, കറിവേപ്പില, നെല്ലിക്ക, കറ്റാർവാഴ ഇതൊക്കെ ഉപയോഗം ചെയ്യും എണ്ണ കാച്ചുന്നതിൽ ചേർക്കാൻ. പിന്നെ ഹെന്നയും മുടിനര ഒഴിവാക്കാൻ, നരച്ച മുടിയുടെ നിറം മാറ്റാനുള്ള വഴിയാണ്. നമ്മൾ ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഹെന്ന ചെയ്തതിന് ശേഷം നീലയമരിപ്പൊടി അപ്ലൈ ചെയ്യാവുന്നതാണ്. മൈലാഞ്ചിയില അരച്ചതോ അല്ലെങ്കിൽ മൈലാഞ്ചി പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്പം തൈര്, കാപ്പിപ്പൊടി 1-2 തുള്ളി ചെറുനാരങ്ങ നീര് ഇവയൊക്കെ ചേർത്ത് പേസ്റ്റാക്കി തലയിൽ ചേർത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് കളകി കഴിഞ്ഞാലും മതി. മുടിനര ഒഴിവാക്കാനുള്ള മറ്റൊരു വഴിയാണ് നെല്ലിക്ക. ഇത് കഴിക്കുന്നതും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും നെല്ലിക്കാപ്പൊടി തലയിൽ തേയ്ക്കുന്നതും നല്ലതാണ്. കൃത്രിമമായ മുടി സംരക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പകരം തികച്ചും സ്വാഭാവികമായ വഴികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഷാമ്പൂവിന് പകരം ചെമ്പരത്തിത്താളി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഒന്നുകൂടെ കരുത്തും പോഷണവും കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള ഹെയർ പാക്കുകൾ, ഹെയർ ഓയിലുകൾ, ഷാമ്പൂകളൊക്കെ ഉപയോഗിക്കുകയും ഉള്ളിലേക്കുള്ള പോഷകങ്ങൾ കറക്റ്റാണോ എന്നുള്ളത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ മുടിനര വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. പിന്നെ ബോഡിയിൽ
പിത്തദോഷം കൂടിയിട്ടുള്ള ആളുകൾക്ക് ബോഡി ഹീറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മുടിയും തലയ്ക്കും ഒക്കെ തന്നെ നല്ല ചൂടായിരിക്കും. അപ്പോൾ തലയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ബോഡി ഹീറ്റ് കുറയ്ക്കുന്നത് എന്നുള്ളത്. അതൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഇനി നിങ്ങൾക്ക് കെമിക്കൽ ഡൈ ഉപയോഗിച്ചാൽ പോരെ, പെട്ടെന്ന് മാറ്റം വരുമല്ലോ, ഇത്രയൊക്കെ കഷ്ടപ്പെടണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒന്ന് കെമിക്കൽ ഡൈ ഉപയോഗിച്ചവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടും അടുത്തടുത്ത മുടികൾ നരച്ചു വരുന്നതായിട്ട് കാണാറില്ലേ? അത് വീണ്ടും വീണ്ടും നമ്മൾ പിന്നെയും നര മാറ്റാൻ വേണ്ടി ഉപയോഗിക്കും. അതിനുശേഷം മുടി മുഴുവനായിട്ട് നര വന്നതായിട്ട് കാണും. അപ്പോൾ ഇത് നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുന്ന ഒരു പ്രക്രിയയല്ല. നിങ്ങൾ മുടിനരയ്ക്കായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.